അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസികൾക്കായിട്ടാണ് ഈ വീഡിയോ. ഇത് ഏറ്റവും പ്രസിദ്ധമായ പലവിധ കശ്ഫ് കറാമത്തുകളെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു സിയാറത്ത് കേന്ദ്രമാണ് ഇത്. ഈ സ്ഥലത്തിൻ്റെ പേര് ഓലമുണ്ടവ് എന്നാണ്. ഈ നാട്ടിന് ഇവിടെയുള്ള ദർഗയ്ക്ക് ഒരുപാട് വർഷത്തിൻ്റെ ചരിത്രങ്ങളുണ്ട്. ഏകദേശം 300 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് കാടും മേടും നിറഞ്ഞു കിടന്ന തിങ്ങിക്കിടന്ന ചെന്നായകൾ വരെ താമസിച്ചിരുന്ന ഈ കാട്ടിൽ വന്ന് അള്ളാഹുവിനെ ഏകാന്തമായി ആരാധിക്കുകയും ദീനിൻ്റെ എല്ലാ മുറകൾ ഏകാന്തമായി ചെയ്യുകയും അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തോടുകൂടി ഈ നാട്ടിൽ നമുക്കിവിടെ ഒരു പുഴ കാണാം. ഈ പുഴ അരികിൽ ഒരു ജനവാസമൊന്നുമില്ലാത്ത, ഒട്ടും മനുഷ്യന്മാർ ഒന്നും താമസിക്കാത്ത ഒരു പ്രദേശമാണ് ഈ ഓലമുണ്ടവ് എന്നുള്ള ഈ ദർഗ നിലകൊള്ളുന്ന സ്ഥലം. ഇതിനൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. വീഡിയോ തീർക്കുന്നത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഏകദേശം പുത്തൂർ താലൂക്ക് കെയ്യൂർ കർണാടകയിലെ പുത്തൂർ താലൂക്ക് കെയ്യൂർ ഗ്രാമത്തിലെ ഒരു ഉൾപ്രദേശമായ ഓലമുണ്ടവ് എന്ന് പറയുന്ന ഈ നാട്ടിൽ ബഹുമാനപ്പെട്ട വലിയ തങ്ങൾ വന്ന് കാട്ടിൽ താമസിക്കുകയും ഇവിടെ തന്നെ വഫാത്താവുകയും ഈ കാടിനെ നാടാക്കി മാറ്റുകയും ഇന്ന് മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇതര മതസ്ഥരും ജാതി മതഭേദമെന്ന് ഈ സിയാറത്ത് കേന്ദ്രത്തിൽ, ഈ മസാറയിൽ വന്നെത്തുകയും അവരുടെ എല്ലാ ഇഷ്ടങ്ങൾ, അവരുടെ ഉദ്ദേശങ്ങളൊക്കെ മഹാനവറുകളെ കൊണ്ട് തവസ്സലാക്കി പൂർത്തീകരിക്കുകയും ചെയ്യപ്പെടുന്ന വളരെ പ്രസിദ്ധമായ ഒരു ദർഗയാണിത്. നമുക്ക് കാണാം, പ്രശാന്തരമണീയമായ നിശബ്ദമായ ശബ്ദകോലാഹലങ്ങളില്ലാത്ത ഒരു ഉൾപ്രദേശമാണിവിടെ. വർഷങ്ങൾക്ക് മുമ്പ് ദർസുകളൊക്കെ ഈ പള്ളിയിൽ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഓലമുണ്ട ഉസ്താദൊക്കെ 25 വർഷക്കാലം ഇവിടെ ദർസ് നടത്തുകയും മുദരിസായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്ത ഒരു മഹല്ലും കൂടിയാണിത്. എത്ര സുന്ദരമായ കെട്ടിടമാണ്. ഇതാണ് ഈ നാട്ടിലെ ജുമാഅത്ത് പള്ളി. ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ്. പള്ളി അതിനു ശേഷമൊക്കെ പുതുക്കി പണിതിട്ടുണ്ടെങ്കിലും ഈ നാട്ടിലെ ആദ്യത്തെ പള്ളിയാണ്. ഏകദേശം 1000-ഓളം വീടുകളായിരുന്നു ഇതിനൊക്കെയുണ്ടായിരുന്നത്. കാണാം, സുന്ദരമായ പള്ളി. മാഷാ അല്ലാഹ്, വളരെ ഭവ്യമായ പള്ളി. നല്ല പണിയൊക്കെ കഴിപ്പിച്ച AC ഒക്കെയുള്ള സുന്ദരമായ പള്ളിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പഴമകൾ കാത്തു സൂക്ഷിക്കുന്ന ഹൗദും അതിലേക്ക് നല്ല തണുത്ത പുഴയിലെ വെള്ളവും ഒക്കെയായി ഇവിടുത്തെ പൂർവികരൊക്കെ പറയുന്ന ഒന്നാണ്, ആര് നല്ല നീയത്തോടുകൂടി വിശ്വാസത്തോടുകൂടി മാരാവ്യാധികളുമായി വന്നവർ, അതുപോലെ തന്നെ മാനസികമായവർ, ശാരീരികമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ പേർ ഇവിടെ സുഖപ്പെടുകയും അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരവും ലഭിക്കുകയും ചെയ്ത ഏറ്റവും മഹത്വമേറിയ പുണ്യമുള്ള ഒരു ദർഗയാണ് എന്നിവിടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ആ ദർഗയുടെ ചുറ്റുപാടാണ്. വളരെ ശാന്തമാണ്, മനസ്സിനൊക്കെ നല്ലോണം സമാധാനം കിട്ടുന്ന, നൂറുകണക്കിന് പ്രയാസങ്ങളൊക്കെ നേരിടുന്ന നമ്മളെപ്പോലൊത്ത നേരുന്ന മനസ്സുകളിലേക്ക് സമാധാനത്തിൻ്റെ കൊടുങ്കാറ്റടിച്ചു വീശുന്ന സുന്ദരമായ പ്രശാന്തരമണീയമായ ഒരു നാടാണ്. നിങ്ങൾക്കിപ്പൊക്കെ കാണാം, അങ്ങോട്ടൊക്കെ കാടുകൾ ഇപ്പോഴും കാണുന്നുണ്ട്. ഇതിൻ്റെ അക്കരെ കാണുന്നത് വലിയ കാടുകളാണ് ഇങ്ങോട്ട് മുകളിലോട്ടെല്ലാം ഉള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ, വരാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ മനസ്സിന് സമാധാനം,
അതുപോലെ തന്നെ നേരുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുത്തൂർ താലൂക്ക് കയ്യൂർ ഗ്രാമ തിങ്കലാടി നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചാൽ കിട്ടുന്ന ഒരു സുന്ദരമായ ഒരു സ്ഥലമാണ് വാലമുണ്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.